ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുസ്മിയാദം. വെള്ളിയാഴ്ചയാണ് ഇന്ന്, ജുമ ഉള്ള ദിവസം. നമ്മുടെ മെഹദവും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഞാനിപ്പോൾ പള്ളിയിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ജുമ്മയ്ക്ക് പോകാൻ പോവാണ്. ഗായ്സ്, അപ്പോൾ നമുക്ക് കാണാനോ വീഡിയോ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഹദ് മുടിയൊക്കെ ചീവി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. മെഹദേ നോക്ക് ഗായ്സ്. അപ്പം നമ്മൾ മോതിരമ്പോൾ 2 മോതിരുണ്ട്, വെള്ളയും റെഡുമാണ് എൻ്റെ കയ്യിലുള്ള. ഗായ്സ്, അപ്പം ഞാൻ 9ക്ക് പോയപ്പോൾ വാങ്ങിച്ച മോതിരമാണ് ഇത്. 2ആണ് എൻ്റെ മോതിരങ്ങൾ. അപ്പം നമുക്ക് 2 ഇടാം. ഇത് ഈ കയ്യിലിട്ട്, ഈ കറുപ്പ് റെഡ് ഈ കയ്യിലും. അപ്പം നമുക്ക് പള്ളി പോയിട്ട് വന്നാണോ. രണ്ടുപേരും കൂടി ഇപ്പോൾ പള്ളിയിലോട്ട് പോവുകയാണ്. അന്നേരം നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാൻ മന്തിയാണ്. മന്തിക്കെന്ന് പറഞ്ഞ് മേടിച്ച ഇറച്ചിയൊന്നും അല്ല, പിന്നെ ഒരു മന്തി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി. ഇനി നമുക്കിത് മന്തി കഴിക്കാം. നമ്മളിപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കാറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലിരുത്താത്തതിൻ്റെ ചെറിയൊരു വിഷമത്തിലാണ് ആദുമോൻ. തൽക്കാലം ബാക്കിയിരുന്നാൽ മതി. ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇറങ്ങി റെഡിയൊക്കെ ആയി പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആദുമോന്താ പുറകിലുണ്ട്, കുഞ്ഞുമോണ്ട് ഉമ്മതാ കയറുന്നു. കൊടുക്കാമല്ല. റോസ് ചാളുണ്ട്, അത് ഈ കാറിൻ്റെ അടിയിലെങ്ങാണ്ട് ഈ വാരി വലിച്ചു. ഇതിലേ ഒന്ന് പോയിക്കൂടായ, പോയി അങ്ങോട്ട് പോയിട്ട്. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. റോഡിൽ കുറച്ച് സ്ഥലക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കരുനാഗപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. വണ്ടി ഓട്ടിക്കുന്ന എൻ്റെ കുഞ്ഞുമ്മയുടെ മോനാണ്. അവൻ എപ്പോഴൊന്നും കാണാൻ കിട്ടത്തില്ല, 2-3 മാസം കൂടുമ്പോഴേക്കേ അവൻ വരാറുള്ളൂ. അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കരുനാഗപ്പള്ളി സ്റ്റാൻഡിൻ്റെ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കരുനാഗപ്പള്ളിയിലുള്ള സുപ്രീമിലെത്തി. ഈ സുപ്രീം കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്, പക്ഷേ ഇപ്പോൾ ഇടയ്ക്കൊന്ന് റിനോവേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് നമ്മളിവിടെ കയറിയത്. കടയിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരാൾ അവനിക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഓരോ സെക്ഷനിലോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോവുക. ഇവിടെ വന്നപ്പോൾ കുറേ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇരുന്ന്, പിന്നെ കുറേ എറേസറും ഷാർപ്പനറും ഒക്കെ ആയിരുന്നു. പിന്നെ അതിനകത്തുനിന്നൊരു ഷാർപ്പനറൊക്കെ വാങ്ങിക്കൊടുത്തങ്ങ് ഒതുക്കി. പിന്നെ നമ്മൾ ഐസ്ക്രീം സെക്ഷനിലേക്ക് വന്ന കുറേ വെറൈറ്റീസ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പല കമ്പനിയുടെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തുനിന്ന് കുറച്ചൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്നാക്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. സ്നാക്സ് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, കാരണം ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ ഉള്ളായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തു. ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ്, അങ്ങനെ ഇതെടുത്തു. മോനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഇതിന് മുന്നേക്ക്, അതുകൊണ്ട് തന്നെ പല്ലൊന്നും ഇല്ല. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് വെച്ചിരിക്കുക. പിന്നെ ഈ ചുപ്പ ചുപ്സിൻ്റെ മിഠായി, അതാണ് അയാൾക്ക് ഭയങ്കര ഇഷ്ടം. എടുത്ത് ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തത്. അങ്ങനെ കാറിലിരുന്ന് തന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മളിപ്പോൾ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ കസിൻ്റെ മോനാണ്. 1 വയസ്സായില്ല, 1 വയസ്സാവും. നെക്സ്റ്റ് 1 വയസ്സാവും. എവിടെ പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ച് എൻ്റെ അടുത്ത് ഓവർ എക്സൈറ്റഡ് ആയിട്ടൊക്കെ വന്നിക്കുക. പുറത്ത് പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യണേ.
എന്തുവാ? മോൻ്റെ പേര് എമിർ സിദാൻ എന്നാണ്. വീട്ടിൽ സിദു എന്ന് വിളിക്കും. എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷത്തിലിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുക. വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് ടോയ്സൊക്കെ വെച്ച് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കും. മാഷാ അല്ലാ. അതിന് എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നത് കളിപ്പിക്കുകയൊക്കെ ചെയ്ത്. എൻ്റെ മോനിക്ക് പൊതുവെ ആൾക്കാരോട് മിണ്ടാനും ആളുകളായിട്ടിരുന്ന് കളിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ പറയായിരുന്നു, മോനെ നീ കുഞ്ഞായിട്ട് പോയിരുന്ന് കളിക്ക്. പിള്ളേരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എന്തോ ചില പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുമായിരുന്നു, നീ നാണക്കേടൊന്നും കാണിക്കണ്ട, പോയിരുന്ന് കളിച്ചോ, അവൻ കുഞ്ഞു ആവേ, അവനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിന്നെ കണ്ടതിൻ്റെ സന്തോഷം അവൻ കാണിക്കുന്നതെന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരം അവിടെ അടുത്ത് പോയി ഇരുന്ന്. പിന്നെ അതാ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ കുറേ ചെടികളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിലും ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ചെറിയുടെ മരമാണ്. സീസൺ ആയിരുന്നപ്പോൾ കുറേ ചെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇത് പിന്നെ റംബുട്ടാൻ്റെ മരമാണ്. ഇപ്പോൾ റംബുട്ടാൻ്റെ സീസൺ കഴിയുന്നതുകൊണ്ട് റംബുട്ടാനും എല്ലാം തീർന്നു. ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അകത്തോട്ട് കയറി. ഒരു വാവയെ കാണിച്ചില്ലേ, ആ വാവയുടെ വാപ്പാടെ കളക്ഷൻസാണിതെല്ലാം. ഒരുപാട് മിനി കാർസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാം മോൻ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്ന് കുറച്ച് നേരം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ തിരിച്ചങ്ങ് വെച്ചോളും, ഒന്നും നശിപ്പിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കളിക്കാൻ കൊടുത്തിട്ട് ഞാൻ തന്നെ തിരിച്ചെല്ലാം വാങ്ങി അങ്ങ് വെക്കും. പിന്നെയും ഇതൊരു പുതിയൊരു ഡെലിവറി ബോയ് സ്കൂട്ടിയാണ്. ഇത് വേറൊരു കാർ. ഇതാണ് ഈ കാറൊക്കെ വലിയൊരു കാറും നല്ലൊരു കാറും എന്താ ഗായ്സ്. യെല്ലോയും ഡ്രസ്സ് ഗായ്സ് എന്തും യെല്ലോയും ആണ് ഗായ്സ്. അതിൻ്റെ ബോണറ്റൊക്കെ തുറക്കാൻ പറ്റും. ഇവിടെ കുറേ സൂപ്പർ ഹീറോസും ഉണ്ട്. ഹൾക്ക്, അയൺമാന്, അങ്ങനെ കുറേ. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതും അവൻ്റെ തന്നെ കളക്ഷൻസാണ്. രണ്ട് സൈഡിലായിട്ട് കുറേ വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ കയറുമ്പോൾ നല്ല ഭംഗിയായതെല്ലാം വെച്ചേക്കുന്ന കാണുമ്പോൾ. അങ്ങനെ ഈ റൂം മൊത്തവും അപ്പോൾ കുറേ ടോയ്സിൻ്റേതായ ഒരു കളക്ഷൻസ് ഉള്ള റൂമാണിത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഇതൊക്കെയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.